തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. യൂദിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം. യൂദിത്ത്. അക്കാലത്ത് യൂദിത്ത് ഈ കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ മകളായിരുന്നു അവൾ. മെറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഓക്സ്, ജോസഫ്, ഒസിയേൽ, എൽക്കിയ, അനന്യാസ്, ഗിദെയോൻ, റഫായിം, അഹിത്തൂബ്, ഏലിയാം, ഹിൽക്കിയ, എലിയാബ്, നദാനിയേൽ, സലാമിയേൽ, സരസദായി, ഇസ്രായേൽ. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ കറ്റ കെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റു വീണു. ശയ്യാലംബിയായ അവൻ സ്വനഗരമായ ബെത്തൂലിയായിൽ വെച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോദാനിനും ബാലാമോനും മധ്യയുള്ള വയലിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. വിധവയായി തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്കു ചുറ്റുകയും വൈദവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനു ശേഷം സാബത്തിന്റെ തലേനാളും സാബത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസമനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളുമായിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. യൂദിത്ത് ഇസ്രായേലർക്ക് ധൈര്യം പകരുന്നു. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരികളുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസ്രിയായിക്ക് അടിയറ വെക്കണമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത്ത് കേട്ടു. അവൾ തന്റെ വസ്തുവകയുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മായ കാംപ്രീസിനെയും കാർമിസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബെത്തുലിയ ജനത്തിന്റെ ഭരണകർത്താക്കളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നതെന്തെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ നശിപ്പിക്കുവാനോ അവിടുത്തേക്ക് കഴിയും.
നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. പണ്ടത്തെ പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിലോ ഇക്കാലത്തോ ഉണ്ടായിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുമ്പിൽ ഭീകരമായ കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ്. എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല. അതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞതയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. നാം പിടിക്കപ്പെട്ടാൽ യൂദ മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തും. വിജാതരുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെയും നമ്മുടെ നാടിന്റെ അടിമത്തത്തിന്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്തം നമ്മുടെ ശിരസിൽ പതിക്കും. നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നിന്ദിതരും പരിഹാസരും ആകും. അടിമത്തം നമുക്ക് ഗുണകരമാകുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീകോവിലിന്റെയും ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും സുരക്ഷിതത്വവും നമ്മിലാണ്. ഇങ്ങനെയിരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മെയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് അബ്രാഹത്തിനോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തന്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയായിലെ മെസൊപ്പൊട്ടാമയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക. അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ്. നിന്റെ വാക്കുകൾ നിഷേധിക്കാനാവുകയില്ല. ഇന്ന് ആദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട്. ദാഹവിവശരായ ജനം ഞങ്ങളെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ചു. ആ പ്രതിജ്ഞ ലംഘിക്കാതാവുന്നതല്ല. നീ ഭക്തിയാകിയാൽ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഴ പെയ്യിച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും. നമ്മൾ തളർന്നു വീഴുകയില്ല. യൂദിത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കൽ നിൽക്കുവിൻ. ഞാൻ എൻ്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. എൻ്റെ പദ്ധതി എന്തെന്നറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്ത് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. ഉസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുമ്പേ പോകട്ടെ. അവർ കൂടാരത്തിൽ നിന്നും പോയി സ്വസ്ഥാനങ്ങളിൽ നിന്നും. യൂദിത്ത് 9-ാം അധ്യായം. യൂദിത്തിന്റെ പ്രാർത്ഥന. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണ് തലയിൽ ചാരം പൂശി ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ പിതാവായ ശിമിയോന്റെ ദൈവമായ കർത്താവെ, ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രം അഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന,
അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏതു വിദേശിനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എൻ്റെ പിതാവിന് ഖണ്ഡം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അത് ഒരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്തിൽ ലജ്ജ പൂണ്ട കിടക്കുകൾ രക്തമംഗലമാകാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനസ്ഥനായിരുന്ന രാജകുമാരന്മാരോടൊന്നിച്ച് അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി. അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിയിൽ തീഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമ സന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു. ദൈവമേ, എൻ്റെ ദൈവമേ, വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതും ഇതിനു മുമ്പും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോടു കൂടിയവയുമാണ്. അസ്രിയായരുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൾപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നത്രേ അവിടുത്തെ നാമം. അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ. അവിടുത്തെ കോപത്തിൽ അവരുടെ പ്രതാപം നശിക്കട്ടെ. അവിടുത്തെ ശ്രീകോവിലിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തമായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിന്റെ വളർക്കോൺ വാളുകൊണ്ട് മുറിച്ചു കളയാനും അവർ ഉന്നം വെക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നൽകണമേ. പ്രഭുവിനോടൊപ്പം അടിമയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എൻ്റെ അധരത്തിന്റെ വ്യാജത്താൽ വീഴ്ത്തണമേ. ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാദരരെ പരിപാലിക്കുന്നവരും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. എൻ്റെ പിതാവിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സൃഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കും. അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗൃഹത്തിനും എതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവരെ വ്രണപ്പെടുത്താനും ചതിക്കുവാനും എൻ്റെ വ്യാജോക്തിക്ക് ശക്തി നൽകണമേ. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനവും എൻ്റെ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. യൂദിത് 10-ാം അധ്യായം. ശത്രുപാളയത്തിലേക്ക്. യൂദിത് ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനു ശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാബത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാവസ്ത്രവും മാറ്റി കുളിച്ചതിനു ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണം അണിഞ്ഞു. തൻ്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രം അണിഞ്ഞു. ചെരുപ്പ് ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും
മറ്റാഭരണങ്ങളും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു. അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബെത്ലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാംബ്രിസ്, കാർമിസ് എന്നിവരോടുകൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തിനും ഉടയാടകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗരകവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ. അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു. യൂദിത് ദാസിയോടൊത്ത് പുറത്തു കടന്നു. അവൾ മലയുടെ താഴേക്കിറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ നഗരവാസികൾ നോക്കി നിന്നു. അവർ നേരെ താഴ്വരയിലൂടെ നടന്ന് അസ്രിയക്കാരുടെ കാവൽ ഭടന്മാർ അവളെ കണ്ടു. അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു, നീ ഏതു വർഗക്കാരിയാണ്? എവിടെ നിന്നു വരുന്നു? എങ്ങോട്ടു പോകുന്നു? അവൾ പറഞ്ഞു, ഞാൻ ഒരു എഹബ്രായ പുത്രി. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി. നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫർണസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. തൻ്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചു കിടക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ തന്നെ അവന്റെ കൂടാരത്തിലേക്ക് ചെല്ലുക. ഞങ്ങളിൽ ചിലർ കൊണ്ടുചെന്നേക്കാം. അവന്റെ മുമ്പിൽ ഭയത്തിന് അവകാശമില്ല. ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോടും പറയുക. അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും. അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് 100 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു. അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി. അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫർണസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലിനും എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി. അവർ പരസ്പരം പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരിൽ ആരും ജീവനോടിരിക്കാൻ പാടില്ല. അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെടിയിൽപ്പെടുത്തും. ഹോളോഫർണസിന്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളോഫർണസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിക്കലിലെത്തി. തങ്ങളുടെ മുമ്പിലെത്തിയ യൂദിത്തിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസും സേവകന്മാരും അത്ഭുത പരതന്ത്രരായി. അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി. അവന്റെ അടിമകൾ
അവളെ എഴുന്നേൽപ്പിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.